ഹലോ. ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു ഫോറവർ എന്ന് പറഞ്ഞ കമ്പനിയിൽ പെട്ടുപോയ ഒരു അനുഭവം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ആ ഒരു കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നുണ്ട് അത് ഫേക്ക് ആണെന്ന്. ഫോറവർ എന്ന് പറഞ്ഞൊരു കമ്പനി ഫേക്ക് ആണ്, FE03 ഫേക്ക് ആണ് എന്ന് പല യൂട്യൂബ് വീഡിയോസുകളും കാണുന്നുണ്ട്. ഞാനും ഈ ഒരു വീഡിയോസുകളെല്ലാം കണ്ട് നല്ല രീതിയിൽ ഡിസ്കവർ ചെയ്ത് തന്നെ ഇവിടെ ജോയിൻ ചെയ്ത ഒരു വ്യക്തിയാണ്. 2023 ഞാൻ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ളത്. ആ ജോയിൻ ചെയ്തൊരു ടൈമിൽ തന്നെ ഈ ഒരു വീഡിയോസുകളെല്ലാം ഇപ്പൊ ഇവിടെ യൂട്യൂബിൽ ഓടിക്കൊണ്ടിരുന്നിരുന്നു. ഇപ്പോൾ എൻ്റെ അടുത്തേക്കും എൻ്റെ പ്രോസ്പെക്ടസ് ഒരുപാട് വീഡിയോസുകൾ കൊണ്ടുവരുന്നുണ്ട്. ഞാൻ ആ വീഡിയോസ് ഒന്നും ഓപ്പൺ ചെയ്ത് നോക്കാറില്ല. കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു വീഡിയോസിൽ യൂട്യൂബ് വീഡിയോസുകൾ കണ്ടിട്ടല്ല നമ്മളൊരു കമ്പനീനെ വിലയിരുത്തേണ്ടത്. നമുക്ക് ദൈവം നല്ലൊരു ബുദ്ധിയും അത്യാവശ്യം കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് ഇല്ലേ, അതനുസരിച്ചാണ് നമ്മളിവിടെ വിലയിരുത്തേണ്ടത്. അപ്പൊ ഞാൻ ഈ ഒരു കമ്പനിയിലെ ട്രെയിനിങ് കഴിഞ്ഞ് വന്നപ്പോൾ നിങ്ങളെല്ലാവരും പറയുന്നത് പോലെ തന്നെ അവരാദ്യമേ തന്നെ ഒന്നും പറയുന്നില്ല. ഈ പറഞ്ഞ പോലെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തതിന് ശേഷം തന്നെയാണ് അവർ അതിനെക്കുറിച്ച് ലാസ്റ്റ് ആണ് ഈ ഒരു കമ്പനിനെ കുറിച്ച് പറയുന്നത്, അതായത് ഈ ഒരു പർച്ചേസിനെ കുറിച്ച് പറയുന്നത്. ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ ആദ്യമേ തന്നെ ഒരു ഓൺലൈൻ കമ്പനിയിൽ വന്നിട്ട് 30,000 പോട്ടെ, ഒരു 5,000 എന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾ ആരെങ്കിലും പർച്ചേസ് ചെയ്യാൻ തയ്യാറാവൂ? ഒരിക്കലും തയ്യാറാവില്ല അല്ലെ? ഞാനും തയ്യാറാവില്ല. കാരണം അതൊരു ഓൺലൈൻ കമ്പനിയാണ്. നമുക്ക് യാതൊരു തരത്തിലും വിശ്വസിക്കാൻ പറ്റില്ല ഇന്നത്തെ കാലത്ത്. പ്രത്യേകിച്ച് അവരൊന്നും നമ്മൾ കാണുന്ന വ്യക്തികളല്ല ഈ പർച്ചേസ് ചെയ്യാൻ പറയുന്ന വ്യക്തികൾ. അതുകൊണ്ട് തന്നെ നമ്മൾ ആരും തന്നെ ഒറ്റയടിക്ക് വന്ന് 30,000 5,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്ത് തയ്യാറാവില്ല. അതുകൊണ്ടാണ് അവർ ആദ്യമേ തന്നെ ട്രെയിനിങ് സെഷൻ തരുന്നത്. ട്രെയിനിങ് സെഷനിലൂടെ നിങ്ങൾക്ക് A to Z കാര്യങ്ങൾ, കമ്പനി എന്താണ്, നിങ്ങൾക്ക് ഇവിടെ സക്സസ് ആവാൻ പറ്റുമോ, ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. എന്നാൽ നേരെ മറിച്ച് ഞാൻ വേറെ 2 പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിലെല്ലാം അവർ ട്രെയിനിങ് തരുന്നതിന് മുമ്പ് ID ക്രിയേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഒരു 30,000 പർച്ചേസും അതുപോലെ തന്നെ 1,000 ID ക്രിയേഷനും ഒക്കെയാണ് ചെയ്തിരുന്നത്. അതിൽ എന്റെ ക്യാഷ് പോയിട്ടുണ്ട്. അങ്ങനെ 2 പ്ലാറ്റ്ഫോമിൽ ക്യാഷ് പോയ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഇവിടെ ഞാൻ മൂന്നാമതൊരു പ്ലാറ്റ്ഫോമിൽ ഈ ഒരു 30,000 എടുത്ത് പർച്ചേസ് ചെയ്യുമെന്നൊക്കെ തോന്നുന്നുണ്ടോ? ഞാൻ അവിടെ ചെയ്യാൻ കാരണം തന്നെ ഇതാണ്. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി, ഓൺലൈൻ വഴി എല്ലാ കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കി. ട്രെയിനിങ് സെക്ഷൻ 5 ദിവസത്തെ ട്രെയിനിങ് സെക്ഷൻ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്തത് കൊണ്ട് എനിക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റും, എനിക്കും ഇതുപോലെ നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാനിവിടെ കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചത്. അങ്ങനെ ഞാനിവിടെ പർച്ചേസ് ആക്കി വന്ന് അതുപോലെ തന്നെ നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ടും അവർ നല്ല ട്രെയിനിങ്ങും കാര്യങ്ങളും ഡിസ്കവർ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് തരുന്നുണ്ട്. നമ്മളെ പർച്ചേസ് ചെയ്തതിന് ശേഷം നമ്മൾ ആരും ഇട്ടിട്ട് പോകുന്നില്ല. ഇട്ടിട്ട് പോകുന്നു എന്ന് പറയുന്നവര് പണിയെടുക്കാൻ മടിയുള്ളവരാണ്. നമുക്കൊരു സ്ഥാപനത്തിൽ പോയി കഴിഞ്ഞാൽ 9 മണി തൊട്ട് ഒരു 6 മണി വരെ നമ്മുടെ വർക്കിംഗ് ടൈമാണ് അല്ലെ, അല്ലെങ്കിൽ ഒരു 8:30 തൊട്ട് 5:30 വരെ, അങ്ങനെയൊക്കെയാണ് നമ്മുടെ വർക്കിംഗ് ടൈം വരുന്നത്. അപ്പൊ ആ ഒരു വർക്കിംഗ് ടൈമിലൊക്കെ നിങ്ങൾ അവർക്ക് വേണ്ടി അവരുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യാൻ നല്ല രീതിയിൽ തന്നെ എഫർട്ട് ഇടാൻ നിങ്ങൾ തയ്യാറാണ്. എന്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ബിസിനസ് വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഒരു 2 മണിക്കൂർ നിങ്ങൾ ചെലവഴിക്കാൻ തയ്യാറാകുന്നില്ല? അത് നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാന്ന് പറയുന്നത്. എന്നിട്ട് പോലും ആരും ഇത് തയ്യാറാവാത്തത് എന്തുകൊണ്ടാണ്? ഓൺലൈനിൽ ഒരുപാട് കമ്പനികളുണ്ട്, എല്ലാം വിശ്വസിക്കാൻ പറ്റുന്നതല്ല. എന്നാൽ എല്ലാം തട്ടിപ്പുമല്ല. അത് നമ്മൾ നമ്മുടേതായ രീതിയിൽ നല്ല രീതിയിൽ മനസ്സിലാക്കി തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. യൂട്യൂബേഴ്സിന്റെയും ഇതുപോലെ ചെയ്യുന്ന ബ്ലോഗർമാരുടെയും തലമണ്ട ഉപയോഗിച്ചിട്ടല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്ക് ദൈവം ഒരു തലച്ചോറും ബുദ്ധിയും തന്നിട്ടുണ്ട് ഇല്ലേ, അതനുസരിച്ച് വേണം നമ്മൾ ചിന്തിക്കാൻ. നമ്മൾ അതിനനുസരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായും സക്സസ് ആവാൻ പറ്റിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണിത്. അത് എന്റെ ലൈഫ് കൊണ്ട് തന്നെ ഞങ്ങൾക്കത് തെളിയിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നമ്മൾ ആരും ഇവിടെ സെലിബ്രിറ്റീസിനെ കൊണ്ടുവന്നിട്ടല്ല നമ്മളിവിടെ ഈ കമ്പനിക്ക് വേണ്ടിയിട്ട് എന്താ പറയാ എക്സ്പീരിയൻസ് പറയുന്നത്. നമ്മളെ സാധാരണക്കാരായ വീട്ടമ്മമാര് സക്സസ് ആയിട്ടുള്ളവരുടെ സ്റ്റോറികളാണ് ഇവിടെ ഓരോരുത്തരും പറയുന്നത്. ഇപ്പൊ ഞാനായാലും ഈ ഒരു 30,000 പർച്ചേസ് ആക്കിയതിന് ശേഷം ഒരു 3 ലക്ഷത്തിന് മേലെ വരുമാനം മേടിച്ചുള്ള ഒരു വ്യക്തിയാണ്. ഒരു ഓൺലൈനിൽ നിന്ന് ഒരു 3 ലക്ഷത്തിന് മേലെ വരുമാനം കിട്ടി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആർക്കും വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടായിരിക്കില്ല. കാരണം അത് ആ ഒരു കമ്പനീനെ, ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനീനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നിങ്ങൾ കരുതൂ. എന്നാൽ ഞാൻ ഇതിന്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും, ബാങ്കിൽ നിന്ന് വന്ന മെസ്സേജിന്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും ഞാൻ ഇവിടെ അയച്ചു തരാം. ഓക്കെ, ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് ഞാൻ കുറച്ചിവിടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയാണ്. നമുക്കിവിടെ നമ്മളേതായ രീതിയിൽ നമ്മൾ ഡിസ്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്ഥാപനത്തിന്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഓൺലൈനിൽ ഇന്ന് അവൈലബിൾ ആണ്. നിങ്ങൾ അത് നല്ല രീതിയിൽ മനസ്സിലാക്കി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ തീർച്ചയായും സക്സസ് ആവാൻ പറ്റും. പിന്നെ പണിയെടുക്കാത്തവർ എവിടെ പോയാലും പണിയെടുക്കില്ല അല്ലെ? അവർക്ക് വീട്ടിലിരുന്നു കൊണ്ട് 50,000 60,000 അല്ല, പോയിട്ട് ഒരു 500 രൂപ പോലും ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല. പുറമെ പണിയെടുക്കാനും പറ്റില്ല, അവനവന് വേണ്ടി പണിയെടുക്കാനും പറ്റില്ല. എന്നാൽ കാശ് കിട്ടുകയും വേണം. അങ്ങനെയുള്ളവരുണ്ട് കുറച്ചു പേര്. അവർക്ക് ജീവിതകാലം മുഴുവൻ അവൻ പറഞ്ഞിരിക്കാൻ ഓൺലൈനാണ്, തട്ടിപ്പാണ് എന്ന് പറഞ്ഞിരിക്കാനേ കഴിയുള്ളൂ. കാരണം എന്താണ്? പണിയെടുക്കാൻ വയ്യ. പണിയെടുക്കാൻ
നമ്മൾ തയ്യാറാണെങ്കിൽ നമുക്ക് എത്രത്തോളം വരുമാനം വേണോ അത്രത്തോളം വരുമാനം മന്ത്ലി 1 lakh+ ഇൻകം മേടിക്കുന്ന വ്യക്തികൾ എന്റെ ടീമിലുണ്ട്. അതെല്ലാം അവർ മേടിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് അവരുടെ ഡെഡിക്കേഷൻ ആണ്. നമുക്കവിടെ ഒരു ഫിക്സഡ് സാലറി അല്ല. നേരെ മറിച്ച് ഒരു ജോലി സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഫിക്സഡ് സാലറിയാണ് കിട്ടുന്നത്. എത്ര തന്നെ നമ്മൾ എഫർട്ട് ഇട്ട് കഴിഞ്ഞാലും ആ ഒരു സാലറിയിൽ നിന്ന് 1 രൂപ പോലും നമുക്ക് അവിടെ കൂടുതൽ കിട്ടുന്നില്ല. നേരെ മറിച്ച് ഇവിടെ നമുക്ക് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ നമ്മൾ കൂടുതൽ എഫർട്ട് ഇടാൻ തയ്യാറായി കഴിഞ്ഞാൽ കൂടുതൽ വരുമാനം നമുക്ക് ഇവിടെ ഉണ്ടാക്കാനായിട്ട് തീർച്ചയായും സാധിക്കും. പിന്നെ ഞാനിവിടെ വന്ന് ജോയിൻ ആയതിനു ശേഷം എനിക്ക് നല്ല രീതിയിൽ ഉണ്ടാക്കാനും സാധിച്ചിട്ടുണ്ട്. പിന്നെ എന്റെ ഫാമിലി ഒക്കെ നല്ല രീതിയിൽ പക്ക നെഗറ്റീവ് തന്നെയായിരുന്നു. പ്രത്യേകിച്ച് ഹസ്ബൻഡ് ഈ ഒരു പർച്ചേസ് ചെയ്യേണ്ട, ഓൺലൈനിൽ കാശ് കൊണ്ടുപോയി കളയാൻ പോവാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ ആ ഒരു ഹസ്ബൻഡ് ഇപ്പൊ നല്ല രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മാസം ഇപ്പൊ ഒരു 30,000-ന് മേലെ 40,000, 50,000, 60,000 അത്രയൊക്കെ വരുമാനം എനിക്ക് ഒരു +2 ഫെയിൽഡ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് വീട്ടിലിരുന്നുകൊണ്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പൊ നല്ല രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ സക്സസ് ആയി കാണിച്ചു കൊടുത്താൽ ഫാമിലിനെ നമുക്കിവിടെ സപ്പോർട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. പിന്നെ ഇപ്പോ എന്റെ ഹസ്ബൻഡിന്റെ അച്ഛൻ മരിച്ചിരിക്കുന്ന ഒരു സമയത്ത് ആളുടെ ചേട്ടന്റെ ഭാര്യ, അതായത് ഞങ്ങളുടെ ചേട്ടത്തി ഒക്കെ ജോലിക്ക് പോയിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അവരെല്ലാം ലീവ് എടുത്ത് കുടുംബത്തിൽ ഇരിക്കുമ്പോൾ ഞാൻ എന്റെ വീട്ടിലെ പണികളും കാര്യങ്ങളും കഴിച്ച് അങ്ങനെ വീട്ടിലെല്ലാവരും ഇരിക്കുന്ന സമയത്ത് പോലും, അങ്ങനെ വീട്ടിൽ ഇങ്ങനെ മരണം നടന്നിരിക്കുന്ന ഒരു സമയത്ത് പോലും എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടൊരു വരുമാനം നെക്സ്റ്റ് മന്തിൽ ഞാൻ മേടിച്ചൊരു വരുമാനം എന്ന് പറയുന്നത് 43,000 രൂപകളാണ്. അപ്പൊ അതെന്തുകൊണ്ടാണ്? എനിക്കവിടെ ഓൺലൈനിലായതുകൊണ്ട് എനിക്കവിടെ എന്റെ ടൈം അനുസരിച്ച് വർക്ക് ചെയ്യാം. നേരെ മറിച്ച് പുറത്ത് പോയി ജോലി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു മാസം നമ്മുടെ വീട്ടിൽ മരണവും കാര്യങ്ങളൊക്കെ നടന്നിരിക്കുമ്പോൾ നമ്മൾ വീട്ടിൽ വേണം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു സമയത്ത് പോലും എനിക്കിവിടെ വരുമാനം വീട്ടിലിരുന്നുകൊണ്ട് ഉണ്ടാക്കാനായിട്ട് സാധിച്ചത്. പിന്നെ ഇപ്പൊ ഈ ഒരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഷോപ്പ് ചെറിയൊരു റൂമാണ്, ഒരു 140 സ്ക്വയർ ഫീറ്റേ വരുന്നുള്ളൂ ഈ റൂം എന്ന് പറഞ്ഞാൽ. പക്ഷെ ഈ റൂം സ്റ്റാർട്ട് ചെയ്യാനും ഇതിൽ ചെറിയ ചെറിയ എന്താ പറയാ ഫർണിച്ചർ, പിന്നെ തുണികൾ കാര്യങ്ങളൊക്കെ എടുക്കാനും തയ്ക്കുന്ന മെഷീൻ കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ടോട്ടലി ഞങ്ങൾക്ക് ഒരു 5 ലക്ഷത്തിന് മേലെ നമുക്ക് ചെലവ് വന്നിട്ടുണ്ട്. ഇപ്പോഴും അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട്. അതും ഇനി പൈസ നമ്മൾ ചെലവിടണം. ഇത്രയുമായിട്ടും എനിക്ക് ഇവിടുന്ന് ആ ഒരു 5 ലക്ഷം ഇനി എത്ര കച്ചവടം നടന്നിട്ട് വേണം തിരിച്ചു പിടിക്കാൻ. നേരെ മറിച്ച് ഒരു 30,000 പർച്ചേസ് ചെയ്തിട്ട് ഞാൻ എന്റെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ 3 ലക്ഷത്തിന് മേലെ വരുമാനം മേടിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. മനസ്സിലായോ? അപ്പൊ അതിന്റെ ബേസിൽ ഞാൻ വീട്ടിലിരുന്ന് ചെയ്യാണ്, നിനക്ക് ടൈം ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഹസ്ബൻഡ് ഇങ്ങനെ ഒരു ഷോപ്പ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ നീ എന്തായാലും വീട്ടിലിരുന്ന് ചെയ്യുന്നത് ഷോപ്പിലിരുന്ന് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ അങ്ങനെ എവിടെ വേണമെങ്കിലും നമുക്ക് ഏത് ടൈമിലും എവിടെ വേണമെങ്കിലും ഇരുന്ന് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണിത്. അപ്പൊ നിങ്ങൾ പല യൂട്യൂബേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഓൺലൈൻ തട്ടിപ്പ് FE03 തട്ടിപ്പ്, ഫോറവർ തട്ടിപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അവരുടെ മൂള വെച്ച് ചിന്തിക്കാതെ നിങ്ങൾക്ക് ദൈവം തന്നിട്ടുണ്ട് ഒരു തലച്ചോറും മണ്ടയൊക്കെ ഇല്ലേ, അത് വെച്ച് നിങ്ങൾ ചിന്തിക്കാൻ ശ്രമിക്കുക, അത് വെച്ച് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പൊ എന്നെ പോലെ നിങ്ങൾക്ക് നല്ലൊരു വീട്ടമ്മയായിരുന്നു കൊണ്ട് തന്നെ നല്ലൊരു വരുമാനം ഉണ്ടാക്കാനായിട്ട് കഴിയും. എന്റെ ടീമിലുള്ളവർ ഇപ്പൊ ഉണ്ടാക്കുന്നുണ്ട്. നല്ലൊരു ടീം ഗൈഡൻസും കാര്യങ്ങളും നമ്മൾ അവർക്ക് കൊടുക്കണം. അല്ലാതെ നമ്മൾ പർച്ചേസ് ആക്കി കഴിഞ്ഞിട്ട് ഇട്ടിട്ട് പോകുന്നവരുടെ പിന്നാലെ ഒരുപാട് പേര് നമ്മൾ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് ചെന്നാലും കാര്യമില്ല. നമ്മളെ അങ്ങോട്ട് ചെന്ന് നമുക്ക് പറയുന്നതിൽ നമുക്കൊരു പരിധിയില്ല. പക്ഷെ അവർ ഇങ്ങോട്ട് വന്ന് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, നെക്സ്റ്റ് എന്താണ്, എങ്ങനെ ചോദിച്ച് നമ്മുടെ അടുത്ത് അറ്റാച്ച്മെന്റിലോട് കൂടി നിൽക്കുന്ന വ്യക്തികൾക്ക് നമ്മളോട് തീർച്ചയായും ഒരു സക്സസിലേക്ക് എത്താനായിട്ടുള്ള ഒരു എന്താ പറയാ ടീം സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമ്മളോട് കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ ഒരു വീഡിയോസുകൾ കണ്ട് പിന്മാറിപ്പോവാതെ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഡിസ്കവർ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പൊ എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ ഇതിൽ നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഈ ഒരു പർച്ചേസിന്റെ കാര്യം പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ആദ്യമേ തന്നെ ഓൺലൈൻ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങളോട് വന്നിട്ട് എന്താ പറയാ 30,000 പർച്ചേസ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളും ചെയ്യില്ല, ഞാനും ചെയ്യില്ല. അത് എന്റെ ഒരു എക്സ്പീരിയൻസ്, ഞാനത് എന്റെ അനുഭവത്തിലൂടെ തന്നെ നിങ്ങൾക്ക് പറയാം. ഫസ്റ്റ് ഞാൻ ജോയിൻ ചെയ്യാൻ വന്ന ഒരു സമയത്ത് ആ ഒരു കൊച്ചു പറഞ്ഞു 20,000 മേലെ വരുമാനമുണ്ട്, 20,000 മേലെ പർച്ചേസ് ഉണ്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട. കാരണം എന്താണ്, എന്റെ ഒരു ക്യാഷ് ഇല്ല. ആ ഒരു ക്യാഷ് ഉണ്ടെങ്കിൽ എനിക്ക് എന്റെ ഹൗസിംഗ് ലോണും കാര്യങ്ങളൊക്കെ അടഞ്ഞു പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. 20,000 മാസം ഒരു 20,000 എനിക്ക് അതിന് വേണം. അപ്പൊ അതുകൊണ്ട് എനിക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല പറഞ്ഞു. നേരെ മറിച്ച് വീണ്ടും ഞാനും ഇതുപോലെ തന്നെ ഒരു എക്സ്ട്രാ ഇൻകത്തിനും വേണ്ടി ജോയിൻ ചെയ്യാൻ വേണ്ടി അന്വേഷിച്ചു തുടങ്ങി. വീണ്ടും വേറെ ഒരാളുടെ കോൺടാക്ട് നമ്പർ കിട്ടി. ആള് പറഞ്ഞു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യൂ, താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം, അല്ലാന്നാണെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ ശരി, ട്രെയിനിങ് അറ്റൻഡ് ചെയ്തു. ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് ലാസ്റ്റ് ആണ് ഈ ഒരു പർച്ചേസിന്റെ കാര്യം വന്നത്. പക്ഷെ ഞാൻ അപ്പോഴവിടെ ഈ ഒരു കമ്പനി എന്താണെന്നും എങ്ങനെയാണെന്നും ഇവിടെ വർക്ക് ചെയ്ത് സക്സസ് ആവാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ നല്ല രീതിയിൽ മനസ്സിലാക്കിയിരുന്നു.
ആ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ എനിക്ക് ഇവിടെ പർച്ചേസ് ചെയ്യാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും തോന്നിയില്ല. ഞാനിവിടെ പർച്ചേസ് ആക്കുകയും ചെയ്തു. ഇപ്പൊ നല്ല രീതിയിൽ ഒരു വരുമാനം വീട്ടിലിരുന്ന് ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടേതായ രീതിയിൽ ഡിസ്കവർ ചെയ്യാൻ ശ്രമിക്കുക. അറ്റ്ലീസ്റ്റ് ആ ട്രെയിനിങ് സെക്ഷനെങ്കിലും നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ട്രെയിനിങ്ങിൽ നമ്മളെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. നിങ്ങൾ ഇത് അറ്റൻഡ് ചെയ്യാത്തിടത്തോളം കാലം മറ്റൊരാൾ പറയുന്ന വീഡിയോസ് കേട്ടിട്ടാണ് നിങ്ങൾ പറയുന്നത്. ഈ ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് അറ്റൻഡ് ചെയ്തിട്ടായിരിക്കില്ല പറയുന്നത്. ഇവിടുന്ന് വാലും തുമ്പും കിട്ടിട്ടോ 2-3 ട്രെയിനിങ് സെഷനുകൾ അറ്റൻഡ് ചെയ്തിട്ടാണ് അവർ പറയുന്നത്. ലാസ്റ്റ് ഒരു പർച്ചേസിന്റെ കാര്യം പറയുമ്പോൾ അവര് ഇത്രയും ഒരു നെഗറ്റീവ് അടിക്കണം എന്നാണെങ്കിൽ അവർക്കത് നല്ല രീതിയിൽ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അവരും ഇവരും പറയുന്നത് കേൾക്കാതെ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് മനസ്സിലാക്കാൻ ശ്രമിക്കും. നിങ്ങൾക്ക് തീർച്ചയായും ഇവിടെ സക്സസ് ആവാൻ പറ്റും. നിങ്ങൾക്ക് തീർച്ചയായും ഇവിടെ നല്ലൊരു ടീം സപ്പോർട്ടും കാര്യങ്ങളും ഞങ്ങൾ എല്ലാവരും തരാനുണ്ടായിരിക്കും. ഓക്കെ, ഹാവ് എ നൈസ് ഡേ.